ഓവച്ചാലിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തിയത് തളിപ്പറമ്പ് ദേശീയപാതയിലെ ഓട്ടോ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. തളിപ്പറമ്പ് റോട്ടറി ജംഗ്ഷനിൽ വെച്ചാണ് ഓവച്ചാലിൽ നിന്നും മാലിന്യം കലർന്ന വെള്ളം ഓട്ടോ സ്റ്റാൻഡിലേക്കും കടകൾക്ക് മുന്നിലേക്കും ഒഴുകിയെത്തിയത്. തളിപ്പറമ്പ് റോട്ടറി ജംഗ്ഷനിൽ നിന്നാണ് ഓവുചാലിൽ നിന്നും മാലിന്യം കലർന്ന വെള്ളം ഓട്ടോ സ്റ്റാൻഡിലേക്കും കടകൾക്ക് മുന്നിലേക്കും ഒഴുകിയെത്തിയത്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ മിൽമ ബൂത്തിന് സമീപം വരെ മാലിന്യം ഒഴുകിയെത്തി. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർമാരും സമീപത്തെ വ്യാപാരികളും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ ദുരിതത്തിലായി. തുടർന്ന് ഓട്ടോ ഡ്രൈവർമാർ നഗരസഭാ അധികൃതരെ അറിയിക്കുകയായിരുന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളെത്തി ക്ലോറിനേഷൻ നടത്തി. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഒഴുകിയെത്തിയത്. നഗരസഭ ഇതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. തളിപ്പറമ്പ് ലോട്ടറി ക്ലബിൻ്റെ ആ വളവിൽ സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ്ങിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയെത്തി അത് റോഡിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വഴി നടന്നു പോകുന്ന യാത്രക്കാർക്കും അതുപോലെ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നഗരസഭ അനുവദിച്ച സ്റ്റാൻഡ് ഓട്ടോറിക്ഷക്കാർക്ക് ജീവിക്കാൻ പറ്റാതെ നാറിയ മണം സഹിച്ചും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തളിപ്പറമ്പ് മെയിൻ റോഡിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ശക്തമായി ഓവുചാലിലേക്ക് ഒഴുകിയതാണ് മലിനജലം പുറത്തേക്കൊഴുകാൻ കാരണമായതെന്നാണ് നഗരസഭയുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.